ഹായ് എവ്രി വൺ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. ഇതിനായിട്ട് 500 ഗ്രാം ചിക്കനിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉപ്പ് എന്നിവ പുരട്ടി റെസ്റ്റ് ചെയ്യാനായി 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. കടായി നന്നായി ചൂടായ ശേഷം 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി, പച്ചമുളക്, ക്രഷ് ചെയ്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി നന്നായി മൂത്ത് വരണവരെ അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായി മൂത്ത് വന്ന ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മസാലകളായി എടുത്തിരിക്കുന്നത് 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ പെരിഞ്ജീരകം എന്നിവയാണ്. മസാലകളുടെ പച്ചമണം നന്നായി മാറി വന്ന ശേഷം 2 ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായി സോഫ്റ്റായി വന്ന ശേഷം നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചിക്കനിലേക്ക് ഈ മസാലകൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഹൈ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് 10 മിനിറ്റ് വേവിക്കുക. 10 മിനിറ്റിന് ശേഷം വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചിക്കൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം മൂടി വച്ച് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ചിക്കൻ അടി പിടിക്കാതെ ഇരിക്കാനായി ഇളക്കി കൊടുക്കേണ്ടതാണ്. 20 മിനിറ്റിന് ശേഷം വെള്ളം നന്നായി വറ്റി ചിക്കൻ പീസ് നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ചൂടോടെ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുമുള്ള ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്.